എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആൽഫാമിക്സ് മീഡിയ. ഇന്ന് ഞാൻ പോകുന്നത് മസ്കറ്റില് അസീബയിൽ നിന്നും 20 കിലോമീറ്റർ മാറി അൽഹമ്മാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു സ്പ്രിംഗ് വാട്ടർ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒരു സ്പ്രിംഗ് വാട്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാല സ്പ്രിംഗ് വാട്ടറിന്റെ. അതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാനിപ്പോൾ അൽഹമ്മാം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊരു വാദിയാണ്. ഇത് അറിയപ്പെടുന്നത് വാദി ഹമ്മാം എന്നാണ്. നമുക്കിനിയും ഇതിലൂടെ കയറി അപ്പുറത്ത് ചെന്നാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രിംഗ് വാട്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു ബോർഡ് അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ നിൽക്കുന്നത് ഇവിടുത്തെ കെയർ ടേക്കറാണ്. നമുക്ക് ഈ സ്പ്രിംഗ് വാട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരനോട് ചോദിച്ചറിയാം. आपका नाम क्या है? अबू जाफर है। ओके. आप किधर से? बांग्लादेश? मैं बांग्लादेश का है। अकेले रहते इधर ही? नहीं, मैं 2 आदमी रहता है। मेरे लिए मुश्किल नहीं है इधर। ये जमीन किसका है? ये पूरा गांव वाला का ये ज़मीन है। वो गांव का लिए पानी जाता है। ये जगह का नाम है अल-हम्माम। और उधर गार्डन के लिए बहुत आदमी है। उधर पानी कौन आदमी का कितना घंटा है वो उधर डिस्ट्रीब्यूट करता है। ऐसा ही चलता है। ओके. ये पानी बहुत गर्म है ना? हाँ, बहुत गर्म है। गर्म से अभी तो थोड़ा ठंडा हो गया। गर्मी का टाइम ज़्यादा गर्म हो जाता है। जी जी. अभी तो मालूम नहीं है कितना सेल्सियस है। वो गर्मी का टाइम 62-65 तक सेल्सियस होता है। ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഈ വാദിയിലുള്ള വെള്ളം ഇങ്ങോട്ട് കയറി മൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ശക്തിയായിട്ടുള്ള കോൺക്രീറ്റ് മതിലിവിടെ കെട്ടിയിരിക്കുന്നത്. ഈ മതിലിനപ്പുറത്തുള്ള ഒരു കുഴിയിലാണ് വെള്ളം കിടക്കുന്നത്. അത് അവർ മോട്ടോർ വെച്ച് പമ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്നുള്ള ആവി പറക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ചൂട് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അൽഹമ്മാം ഹോട്ട് സ്പ്രിംഗ് വാട്ടർ. 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള വെള്ളം ഭൂമിക്കടിയിൽ നിന്നും വരുന്ന അത്ഭുതകരമായ കാഴ്ച.
നിങ്ങൾക്ക് മോട്ടർ വെച്ച് ഇവിടുത്തെ വെള്ളം പമ്പ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാറി ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെയുള്ള കൃഷിത്തോട്ടങ്ങളിലേക്കാണ് ഈ വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ കുഴിയിലുള്ള വെള്ളവും കിടക്കുന്നത്. ഇവരിതിൻ്റെ സൈഡ് 5-6 മീറ്ററോളം ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആഴം തോന്നുന്നത്. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഗ്രാമത്തിലോട്ട് ഒഴുകാനായിട്ട് ഇതുപോലെയുള്ളൊരു ഓട പോലത്തെ സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. इधर बहुत आदमी आता है, ओमानी आता है, खारिजी भी आता है, इंग्लिश भी आता है, बहुत आदमी आता है देखने के लिए देखने के लिए आता है। देखने के लिए आता है। इधर फिर आप जा सकता है, उस सामने जाएगा तो उधर नहाने का जगह भी है, लेडीज़ का है, जेंट्स का है, सब कुछ है उधर। ഓക്കെ പൈസ ബഹുത് ശുക്രിയ. जी थैंक यू. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ നിന്ന് പോയി അബുജാബർ പറഞ്ഞ ആ കൃഷി സ്ഥലങ്ങൾ കൂടി ഒന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒമാനിലെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകൾ ഉടൻ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. നമസ്കാരം.